ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കും ലക്ഷ്യ ഫാഷൻ ഡിസൈനിംഗ് ബസ് സ്റ്റാൻഡിന് സമീപം ചെറുപുഴ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം 1-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമവും സമൂഹ നോമ്പുതുറയും കുണ്ടയങ്കോട് ചിന്നമ്മ കുളങ്ങര മുറിയുടെ ഭവനത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. സോജിയ ജിൻസ് സ്വാഗതം ആശംസിച്ചു. വാർഡ് പ്രസിഡന്റ് വിനോദ് നിരവത്ത് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി രജിത് നാറാത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് മഹേഷ് കുന്നുമ്മൽ മുഖ്യപ്രഭാഷണം നടത്തി. തോമസ് കൈപ്പനാനി, ജിജി കൊച്ചുപറമ്പിൽ, സതീശൻ കാർത്തികപ്പള്ളി, സലിം തേക്കാട്ടിൽ, രാജൻ മച്ചിയിൽ തുടങ്ങിയവർ യോഗത്തിൽ പ്രസംഗിച്ചു. നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളും ഇവിടെ ചേർന്നിരിക്കുന്നത്. കുടുംബസംഗമം ചേരണം എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ തുടർച്ചയായിട്ട് നമ്മുടെ വാർഡിലും കൃത്യമായിട്ട് കുടുംബസംഗമം കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് പ്രതിഭകളായിട്ടുള്ള കുട്ടികളെ ആദരിക്കുകയും മുതിർന്നവരെ ആദരിക്കുന്ന ചടങ്ങുമൊക്കെ ഇന്ന് ഇവിടെ നടക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു യോഗത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ കോൺഗ്രസ് കുടുംബാംഗങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. രജിത് നാരായണനെ നല്ലൊരു കൈയടിയോടെ ഈ വേദിയിലേക്ക് നമുക്ക് ഒരുമിച്ച് സ്വാഗതം ചെയ്യാം. അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്രീ വിനോദ് നിരവത്തിനെ ക്ഷണിക്കും. നമ്മളിവിടെ ഇരിക്കുകയാണ്. അപ്പം നമ്മുടെ നോമ്പുതുറയുണ്ട്, അതിന്റെ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടെന്ന് അറിയാം. അപ്പൊ 6:15 നമ്മളത് ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ അധികം ഒരു അധ്യക്ഷ പ്രസംഗത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ചരിത്ര സെമിനാറുകളും ഗാന്ധിയിലേക്ക് ഈ രാജ്യത്തെ പുതിയ തലമുറയെ തിരിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഗാന്ധിയുടെ പുനർവായനയും അനിവാര്യമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കേരളത്തിൽ ഇതുപോലെ കുടുംബസംഗമങ്ങൾ സംഘടിപ്പിച്ച് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ചെറുപുഴയിൽ ബഹുഭൂരിപക്ഷ വാർഡുകളിൽ കുടുംബസംഗമങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഇന്ന് തന്നെ ഇപ്പൊ 2 കുടുംബസംഗമങ്ങൾ നടക്കുകയാണ്. അപ്പൊ നമുക്ക് ഗാന്ധിയിലേക്ക് മടങ്ങേണ്ടതിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് നമ്മുടെ തലമുറയെ പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു സമയത്താണ് നമ്മുടെ നാട് എത്തിച്ചേർന്നിരിക്കുന്നത്. ഗാന്ധി എന്ന് പറയുന്നത് തന്നെ ഒരു കാലത്തിന്റെ വായനക്ക് ഉതകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അത് കാലാതിവർത്തിയാണ്. പരിശുദ്ധീ നമ്മുടെ എല്ലാം ജീവിതത്തിനകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നു, നമ്മുടെ എല്ലാം ജീവിതക്രമങ്ങളിൽ പാലിക്കേണ്ടുന്ന അനുവർത്തിക്കേണ്ടുന്ന വിശ്വാസവും അതുമായി ബന്ധപ്പെടുന്ന ജീവിതവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിലും എല്ലാം എങ്ങനെയാണോ നമുക്കത് മാർഗനിർദ്ദേശം നൽകുന്നത്, അതുപോലെ എല്ലാ കാലത്തും ഗാന്ധി നമുക്ക് മാർഗനിർദ്ദേശകനായി നിലകൊള്ളുന്നു എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടത്. ഗാന്ധി നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയിട്ട് വർഷങ്ങളായെങ്കിലും ഗാന്ധിയൻ ചിന്തകളും ഗാന്ധിയൻ താല്പര്യങ്ങളും പഠിച്ചിരിക്കേണ്ട ഒരു സന്ദർഭമാണ്. നമ്മൾ പഠിക്കുന്നില്ല, പ്രത്യേകിച്ച് ഭാരതീയർ പഠിക്കുന്നില്ല എന്ന് തന്നെയാണ് അതിന് ഉത്തരം. ഏറ്റവും അടുത്ത ദിവസം ദക്ഷിണ കൊറിയയിൽ മഹാത്മജിയുടെ ഏറ്റവും വലിയ പ്രതിമ സ്ഥാപിച്ചു. അവിടുത്തെ ഭരണകൂടം സൗത്ത് ആഫ്രിക്കയിൽ ഗാന്ധിയുടെ പ്രതിമ സ്ഥാപിച്ചു കഴിഞ്ഞു. അവിടുത്തെ വർണ്ണവിവേചനത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ നെൽസൺ മണ്ടേല പറഞ്ഞത് എന്റെ റോൾ മോഡൽ മഹാത്മാഗാന്ധിയാണ്. ലോകത്തെ വലിയ സർവകലാശാലകളെല്ലാം ഗാന്ധിയെ കുറിച്ചുള്ള പഠനത്തിന് വേണ്ടിയുള്ള പ്രത്യേകമായ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ബറാക് ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നപ്പോ അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മൺമറഞ്ഞു പോയ ആളുകളുമായി സംവദിക്കാൻ
ഒരു സാഹചര്യം ഒരുങ്ങുകയാണെങ്കിൽ, സങ്കല്പത്തിൽ ഒരുങ്ങുകയാണെങ്കിൽ, നിങ്ങൾ ആരെയാണ് അതിന് കണ്ടെത്തുന്നത്? ഒബാമ പറഞ്ഞത്, അങ്ങനെ ഒരു സന്ദർഭം ഒരുങ്ങുകയാണെങ്കിൽ ഞാൻ ആദ്യം പറയുന്ന പേര് മഹാത്മാഗാന്ധിയുടെ പേരായിരിക്കും. ഞാൻ ഇന്ത്യയിൽ നിന്നാണ് ഇന്ന് വൈറ്റ് ഹൗസിലേക്ക് വന്നത്. പക്ഷെ ഗാന്ധിയുടെ ഇന്ത്യ, ഗാന്ധിയുടെ ഇന്ത്യയിലെ ഗ്രാമങ്ങൾ കേടുകയാണ് എന്നെനിക്ക് സംശയമുണ്ടാവില്ല. അസഹിഷ്ണുത പടരുകയാണ്. ഇപ്പൊ ലോക നേതാക്കളെല്ലാം ഗാന്ധിയിലേക്ക് മടങ്ങാനും ഗാന്ധിയെ കുറിച്ച് ചിന്തിക്കാനും ഗാന്ധിയെ പടിയിലേക്ക് ഈ ലോകത്തിന്റെ സമാധാനം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും തയ്യാറാവുക. അവിടെയാണ് ഐക്യരാഷ്ട്രസഭ മഹാത്മജിയുടെ ജന്മദിനം ഒക്ടോബർ മാസം 2-ാം തീയതി ലോക സമാധാന ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. ഗാന്ധി നാഥുറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റ് മരിച്ചു വീഴുമ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. ഒരു ഭരണസിരാ കേന്ദ്രങ്ങളെയും അധികാരവും ചെങ്കോലും അദ്ദേഹത്തിന്റെ കൈകളിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ലോകരാജ്യത്തെ നേതാക്കന്മാർ മുഴുവനും ഗാന്ധിയുടെ വിയോഗവും ഗാന്ധിയെ കാണുന്നതിന് വേണ്ടിയും ഇന്ത്യയിലേക്ക് കടന്നു വരികയും പ്രത്യേകമായി ലോക കൗൺസിൽ യോഗം ചേർന്ന് ഗാന്ധിയുടെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തുകയും. എങ്ങോട്ട് പോകുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള വലിയ ആശങ്കയിലാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി. ഇത്തരത്തിൽ ഗാന്ധിയെ തിരിച്ചറിയാനും ഗാന്ധി എന്താണ് എന്ന് തലമുറക്ക് പറഞ്ഞു കൊടുക്കാനും മഹാത്മാ കുടുംബ സംഗമങ്ങളും അതുപോലെ തന്നെ ചരിത്ര സെമിനാറുകളും ഒക്കെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഗാന്ധി വധം പുനരാവിഷ്കരിക്കുകയാണ്. ഗാന്ധിയെ വീണ്ടും കൊല്ലുകയാണ്. എങ്ങനെ? ഗാന്ധിയുടെ പ്രതിമ ഉണ്ടാക്കുന്നു. ആ പ്രതിമയിൽ കുങ്കുമം ചാലിച്ച വെള്ളം നിറച്ച പ്ലാസ്റ്റിക് കവറുകൾ ഒളിപ്പിച്ചു വെക്കുന്നു. എന്നിട്ട് അതിന് നേരെ വെടിവെക്കുമ്പോ ഈ പ്ലാസ്റ്റിക് വെള്ളം നിറച്ച കൂട് പൊട്ടി കൊടുത്ത വീർ സവർക്കർ എന്ന് പറയുന്ന സംഘപരിവാറുകാരൻ ഇന്ത്യൻ പാർലമെന്റിൽ മഹാത്മജിയുടെ ഫോട്ടോയ്ക്ക് അഭിമുഖമായി വെക്കുകയും നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും മന്ത്രിമാരും സവർക്കറുടെ ഫോട്ടോയിൽ പുഷ്പാർച്ചന നടത്തുമ്പോ ഗാന്ധിക്ക് അവരുടെ ശരീരം നേരെ എതിർ ദിശയിൽ നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇതിനപ്പുറം നന്ദികേട് രാഷ്ട്രപിതാവിനോട് കാണിക്കാൻ മറ്റാർക്ക് സാധിക്കും? ഇന്ത്യയിലും വിദേശത്തും നിരവധി ജോലി സാധ്യതയുള്ള ഫാഷൻ ഡിസൈനിംഗ് കോഴ്സ് ഇനി ചെറുപുഴയിലും. ലക്ഷ്യ ഫാഷൻ ഡിസൈനിംഗ് ബസ് സ്റ്റാൻഡിന് സമീപം ചെറുപുഴ. ഫാഷൻ ഡിസൈനിംഗ് രംഗത്ത്, ടൈലറിംഗ് രംഗത്തും വനിതകൾക്ക് സ്വയം പര്യാപ്തത നേടിയെടുക്കുന്നതിനും കുറഞ്ഞ കാലയളവിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തിൽ ഉത്തരവാദിത്വത്തോടെ പഠനവും വിജയവും നേടിയെടുക്കുന്നതിനും സമീപിക്കുക. ലക്ഷ്യ ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ടൈലറിംഗ് ചെറുപുഴ താഴെ ബസാറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. വിവാഹം, ആദ്യ കുർബാന എന്നിവയ്ക്ക് വേണ്ടിയുള്ള വസ്ത്രങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ അഭിരുചിക്കനുസരിച്ചും ചുരിദാർ, സാരി, ബ്ലൗസ്, ഫ്രോക്ക് തുടങ്ങി എല്ലാവിധ ലേഡീസ് വർക്കുകളും കൂടാതെ കളർ ഡൈയും ചെയ്തു കൊടുക്കുന്നു. ലക്ഷ്യ ഫാഷൻ ഡിസൈനിംഗ് ചെറുപുഴ. ഫോൺ 9645621329. ലക്ഷ്യ ഫാഷൻ ഡിസൈനിംഗ് ആൻഡ് ടൈലറിംഗ് ചെറുപുഴ.